ഹലോ നമസ്കാരം. ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസിലെ 7ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിലൂടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മളൊരു വെറൈറ്റി സ്റ്റാറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റാർ. അപ്പോൾ ഈ സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. A4 സൈസിലുള്ള കളർ പേപ്പറാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഒരേ കളറിലുള്ള 6 പേപ്പേഴ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മിനിമം 6 എണ്ണം എന്തായാലും വേണം. കളർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് A4 എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ A4 വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സ്റ്റാർ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. ആദ്യം ഇതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിലൊന്ന് മടക്കി കൊടുക്കാം. നിവർത്തിയതിന് ശേഷം വെർട്ടിക്കലായിട്ട് ഇതിൻ്റെ നടുവൊന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് 2 പാർട്സ് ആയിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ടാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഭാഗം ഒന്ന് നടു മടക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഭാഗത്തെ 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിന് വീണ്ടും നടു മടക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡുള്ള ഭാഗത്ത് ടോട്ടൽ 2 മടക്കാണുള്ളത്. എന്നിട്ട് അതിനെ 3 പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്ക് 2 തവണയായിട്ട് മടക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ഭാഗവും ചെയ്യണം. ആദ്യം ഒരു തവണ മടക്കാം. എന്നിട്ട് അതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് വീണ്ടും മടക്കുന്നുണ്ട്. മടക്ക് വന്ന ഭാഗത്ത് 2 തവണയായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടു മടക്കാം. ഫെവിക്കോൾ വെച്ചിട്ട് ഇത് ഒട്ടിക്കണം. അകത്ത് ഈ ഒരു ഭാഗത്ത് നീളത്തിലായിട്ടാണ് ഞാൻ ഗമ്മ് തേക്കുന്നത്. ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്യണം. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആദ്യം മടക്കിയതിൻ്റെ ആ ഒരു വര അവിടെ ഉണ്ട്, പക്ഷെ അത് ശരിക്കൊന്നും കാണുന്നില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട് സെൻറ്ററിലായിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇനി ഈ ലൈനിൻ്റെ ടോപ്പ് പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു 12 സെൻറ്റിമീറ്ററിൽ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് 8 സെൻറ്റിമീറ്ററിലുള്ളൊരു ലൈനാണ് വരയ്ക്കുന്നത്. ഇപ്പം നമ്മൾ 2 ലൈൻസ് വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് കട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഒരു പേപ്പർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ബാക്കി 5 പേപ്പറും ചെയ്തെടുത്തിട്ട് വരാം. ടോട്ടൽ ഇപ്പോൾ 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഓരോ പേപ്പറും നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കണം. സെൻറ്ററിൽ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈനിൻ്റെ മുകളിലൂടെയാണ് ഗമ്മ് തേക്കുന്നത്. പിന്നെ താഴെ നീളത്തിലും തേച്ച് കൊടുക്കുന്നുണ്ട് ഗമ്മ്. രണ്ടാമത്തെ പേപ്പർ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. എല്ലാം ഒരേ ലെവലിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അടുത്ത പരിപാടി ഇതിൻ്റെ 2 എൻഡും തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഗമ്മ് തേക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസ് സ്റ്റാർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു കുഞ്ഞ് സ്റ്റാർ കാണാം, ബാക്കിലൊരു വലിയ സ്റ്റാറും, അങ്ങനെ 2 സ്റ്റാറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ 2 സ്റ്റാർ എന്ന് പറയാൻ കാരണം.
ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ 2 സ്റ്റാർ ആയിട്ട് തോന്നുള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒറ്റ സ്റ്റാർ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ 2 സൈഡും 2 രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഹാങ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കറങ്ങുമ്പം 2 ടൈപ്പ് സ്റ്റാറും നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞാൻ A4 പേപ്പർ വെച്ചിട്ട് ഈ സ്റ്റാർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. അതാണിത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ റെഡ് കളറുള്ള സ്കെച്ച് വെച്ചിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റാറിൻ്റെ നൈറ്റ് വ്യൂ ആണിത്. എങ്ങനെയുണ്ട് ഈ ഒരു ക്രിസ്മസ് സ്റ്റാർ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലൊരു സ്റ്റാർ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് വീട്ടിൽ ഹാങ് ചെയ്തിടാവുന്നതാണ്. ഒരു 6 പേപ്പറും കുറച്ച് ഗമ്മും മാത്രമേ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. സ്റ്റാർ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.